ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ സീഷാങ് ആരെയോ കോൾ ചെയ്തുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോഴാണ് ഡോങ്ങിന്റെ ആള് സീഷാങ്ങിനെ കാണുന്നതും ഉടനെ തന്നെ അവനെ കാർ ഉപയോഗിച്ച് ഇടിക്കുന്നതും. സീഷാങ്ങിന്റെ കസിനെ ഡോങ് വിളിച്ച് പറയുന്നുണ്ട് സീഷാങ്ങിനെ അവർ ഇടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ കസിൻ പറയുന്നത്, നീ ഇപ്പൊ ചെയ്തിട്ട് എന്താ കാര്യം? അവന്റെ അച്ഛൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്ന വർക്ക് അവൻ ഭംഗിയായി പൂർത്തീകരിച്ചു. ഇനി അവൻ ചത്താലും ചത്തില്ലെങ്കിലും എനിക്കെന്താ? അവൻ ആ വർക്ക് ഫുള്ളാക്കാതിരിക്കാനാണ് ഞാൻ അവനെ കൊല്ലാൻ പറഞ്ഞത്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടാക്കുകയാണ്. എന്നിട്ട് അവൻ തനിയെ പറയുന്നുണ്ട്, ഡാ സീഷാങ്, നീ മണ്ടനെ പോലെ അഭിനയിക്കുകയായിരുന്നല്ലേ? സത്യത്തിൽ നീ എല്ലാ വർക്കും ചെയ്തു വെച്ചു, എന്നിട്ടാണോ നിനക്കൊന്നും ചെയ്യാൻ അറിയില്ലാന്ന് എന്നോട് കള്ളം പറഞ്ഞത്? അതേ സമയത്ത് തന്നെയാണ് ജെസിക്ക സീഷാങ്ങിന്റെയും ജാങ്ങിന്റെയും ഒരു ഫോട്ടോ കസിൻ അയച്ചു കൊടുക്കുന്നത്. അതും കൂടി ആയപ്പോ അവന്റെ കസിൻ നാട്ടിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയാണ്. ജാങ്ങിന്റെ അമ്മയെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് സീഷാങ്ങിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. ജാങ് ജോൺസനെ കാണുമ്പോൾ ഉടനെ തന്നെ ഓടി വന്നിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ജോൺസൺ, സീഷാങ്ങിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, അവൻ ഇവിടെ അഡ്മിറ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ജാങ് ഉടനെ തന്നെ സീഷാങ്ങിന്റെ അരികിലേക്ക് ഓടിപ്പോകാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴത്തേക്കും ജോൺസൺ അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ എന്തിനാ ഇത്രയും ടെൻഷൻ ആകുന്നേ? നീയും സീഷാങ്ങും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ്. ജാങ്, ഞങ്ങള് ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് നിനക്ക് ഉറപ്പാണോ എന്നാണ് ജോൺസൺ തിരികെ ചോദിക്കുന്നത്. ജാങ് കുറച്ചു നേരം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ജോൺസനോട് പറയുകയാണ്, സീഷാങ്ങിന് ഏതായാലും ഒരു ഫിയാൻസി ഇല്ലേന്ന്. അവന്റെ മെസ്സേജ് കാണുമ്പോൾ ജോൺസൺ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, സീഷാങ്ങിന് ഒരു ഫിയാൻസി ഉണ്ട്. പക്ഷെ അവളെ സീഷാങ്ങിന് ഒട്ടും ഇഷ്ടല്ല. അവന്റെ അച്ഛനാണ് അവർ തമ്മിലുള്ള എൻഗേജ്മെന്റ് നടത്തിയത്. അവന്റെ ഇഷ്ടം പോലെയല്ല അവന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ? സീഷാങ് ശരിക്കും ഒരു പാവാണ്. അവനെ കൊല്ലാനായി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് അവനറിയാമായിരുന്നു. നിനക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് നിന്നെ വേഗം തന്നെ അവിടെ നിന്നും പറഞ്ഞയച്ചത്. അവൻ നിനക്ക് വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. മറ്റാരു വേണമെങ്കിലും അവനെ ഒരു യൂസ്ലെസ് ആയിട്ട് കണ്ടാലും അവന് ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ മുന്നിൽ മാത്രം അവന് കഴിവുണ്ടെന്ന് അവന് തെളിയിക്കണമായിരുന്നു. അതിനുവേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവന്റെ അച്ഛൻ കൊടുത്ത വർക്കെല്ലാം അവൻ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർത്തു. നീ കാരണമാണ് അവൻ ഇത്രയ്ക്കും ധൈര്യം കിട്ടിയത്. അവന്റെ അച്ഛന്റെ മുന്നിൽ പോയി സംസാരിക്കാൻ വരെ അവൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷെ നീയാണെങ്കിൽ അവനൊരു ഫ്രണ്ട് മാത്രമായിട്ടാണോ കാണുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാങ് വേഗം തന്നെ സീഷാങ്ങിന്റെ അരികിലേക്ക് ഓടി പോവുകയാണ്. അവനെ കണ്ട ഉടനെ തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ജാങ്ങിന് കുറച്ചെങ്കിലും സമാധാനാവുന്നേ. എന്നിട്ട് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടോ എന്നും നോക്കുന്നുണ്ട്. ജാങ് ഒരുപാട് വറീഡാവുന്നത് കാണുമ്പോൾ സീഷാങ് പറയുന്നുണ്ട്, അവന് ഒരു കുഴപ്പവുമില്ല, ഒരു മുറിവും പറ്റിയിട്ടില്ലാന്ന്. പക്ഷെ അത് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പേ ജാങ് അവനെ കിസ് ചെയ്യുകയാണ്. സീഷാങ്ങിന് മനസ്സിലാവുന്നുണ്ട് ജാങ്ങിനും അവന് ഇഷ്ടാണെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജാങ് വീട്ടിലെത്തിയ ശേഷം സീഷാങ്ങിന്റെ മെസ്സേജ് കാണുകയാണ്. നിന്റെ അമ്മയെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ലേ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് അവൻ ചോദിച്ചിട്ടുണ്ടാവുക. ജാങ് അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴേക്കുമാണ് അവന്റെ അമ്മ ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. അവിടെ സീഷാങ് ആണെങ്കിൽ റിപ്ലൈ കിട്ടാത്ത കാരണം ആകെ വട്ടുപിടിച്ച് കിടക്കുകയാണ്. അവരിപ്പോ റിലേഷനിലാണല്ലോ, പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലേസ് ഒക്കെ ആഗ്രഹിക്കൂലോ. ജാങ്ങിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അത് ആരുടെ ജാക്കറ്റ് ആണെന്ന്. അതിന് ജാങ് പറയുന്നുണ്ട് അത് സീഷാങ്ങിന്റേതാണ്, അവൻ കൊടുക്കാൻ മറന്നതാണ്, അടുത്ത ദിവസം തന്നെ സീഷാങ്ങിന് അത് കൊണ്ടു കൊടുക്കാന്ന്. വീണ്ടും അമ്മ ചോദിക്കുകയാണ്, നീയും സീഷാങ്ങും വെറും ഫ്രണ്ട്സ് മാത്രാണോ? നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. സീഷാങ് നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ ജാങ് പറയാണ്, അവർ വെറും ഫ്രണ്ട്സ് മാത്രല്ല, ജാങ്ങിന് അവന് ഇഷ്ടാണെന്ന്. അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് അവനോട് എപ്പോഴാണ് ജാങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് അവനെ പരിചയപ്പെടുത്തുന്നേന്ന്. ജാങ് ആ സമയം ജെസിക്കയെ ഓർക്കുകയാണ്. എന്നിട്ട് അവന്റെ അമ്മയോട് പറയുന്നുണ്ട്, എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇപ്പൊ തന്നെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിടയിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. അവന്റെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അയാൾക്ക് നമ്മളെ തിരിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യാണ്. ആ ഒരാളെ നമ്മൾ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നീ പറഞ്ഞാ മതി, അവനെ തട്ടിക്കൊണ്ടുവരാനും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴേക്കുമാണ്
അച്ഛൻ അങ്ങോട്ട് വരുന്നതും നിങ്ങൾ എന്താ പറയുന്നേ എന്ന് ചോദിക്കുന്നതും. പക്ഷെ ഇവരാണെങ്കിൽ ഞങ്ങളൊരു സീക്രട്ട് ആണ് പറയുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് മാത്രം ഒന്നും പറഞ്ഞു കൊടുക്കണില്ല. അവിടെ ജെസിക്ക പറയാണ്, നിങ്ങൾക്ക് ആകെ വീക്കാണല്ലോ. സീഷാങ്ങിനെ ഒരുത്തം വന്ന് കാറുകൊണ്ട് ഇടിച്ചിട്ട് പോയി, എന്നിട്ട് ഇതുവരെ നിങ്ങൾക്കത് ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ജോൺസൺ പറയാണ്, ഞങ്ങൾ വെറും ബിസിനസ്മാൻ ആണ്, അല്ലാതെ പോലീസ് ഒന്നല്ല. അപ്പോഴത്തേക്കാണ് അങ്ങോട്ട് സീഷാങ് വരുന്നതും, മെസ്സേജ് കാണാത്തത് കൊണ്ട് റിപ്ലൈ തരാത്തതാണോ അതോ മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തരാത്തതാണോ വളരെ മോശം? ജോൺസൺ പറയാണ്, മെസ്സേജ് കണ്ടിട്ടും റിപ്ലൈ തന്നില്ലെങ്കിൽ അതിനർത്ഥം റിപ്ലൈ തരാൻ താല്പര്യമില്ല എന്നായിരിക്കണം. അതും കൂടെ ഇപ്പോ സീഷാങ് ആകെ തളരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ ജാങ് ഒരു റിപ്ലൈയും തന്നിട്ടില്ലാന്ന്. അത് കേട്ടതും ജെസിക്ക പറയാണ്, ഡാ നീ ഇപ്പോ എന്റെ മുന്നിൽ വെച്ചിട്ടും ഡേറ്റിംഗ് ഒക്കെ തുടങ്ങിയോ? നിന്റെ ഫിയാൻസിയാണ് നിന്റെ അടുത്തിരിക്കുന്നത്. സീഷാങ് പറയുന്നുണ്ട്, ലവ് എന്താണെന്ന് നിനക്കറിയത്തില്ലല്ലോ. ജാങ് എനിക്ക് ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല, പക്ഷെ എന്നാലും എനിക്കതിലൊരു സന്തോഷമുണ്ട്. അവന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നീയും നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടുപിടിക്കണം എന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് ഇതിന്റെ ഒക്കെ ഒരു രസം നിനക്കും അറിയത്തുള്ളൂ. ജെസിക്ക അപ്പോ തന്നെ, ഞാനിനി എന്തിനാ കണ്ടുപിടിക്കുന്നേ, എനിക്ക് നിന്നെ ഇഷ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഒരുപാട് ക്ലോസ് ആയി പോവുകയാണ്. അപ്പോഴത്തേക്കുമാണ് ജാങ്ങിന്റെ റിപ്ലൈ വരുന്നതും അവൻ സന്തോഷത്തോടെ ഓടി പോകുന്നതും. ജാങ്ങിന്റെ സന്തോഷം കാണുമ്പോ ജോൺസനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ജെസിക്കയാണെങ്കിൽ അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ജോൺസൺ ഇപ്പോ ബാറിലേക്ക് പോയേക്കുവാണ്. അവന്റെ അടുത്തേക്ക് കുറെ ബോയ്സ് വന്നിട്ട് ഇഷ്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോഴാണ് അവൻ ആ ബാറില് ഷിൻജ വർക്ക് ചെയ്യുന്നത് കാണുന്നത്. അവൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിപ്പോ ഇവിടെ വർക്കിന് കയറിയിട്ടുണ്ട് എന്നൊക്കെയാണ് അവിടുത്തെ ആള് പറയുന്നത്. അവന്റെ ആത്മാർത്ഥത കാണുമ്പോൾ ജോൺസന് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ അവൻ അവന്റെ വർക്ക് ശരിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു പേര് അവനെ നന്നായിട്ട് ശല്യം ചെയ്യുന്നത്. അവരുടെ ഒപ്പം ഇരുന്ന് ഡ്രിങ്ക് ചെയ്യണം, അവർക്ക് വേണ്ടി പാട്ട് പാടണം, അവരൊപ്പം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവന് താല്പര്യമില്ലാന്ന് അവൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാലും എല്ലാരും കൂടി ഒരുമിച്ച് അവനെ ശല്യം ചെയ്യുമ്പോ അവനെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുമ്പോഴേക്കുമാണ് ജോൺസൺ അങ്ങോട്ട് വന്നിട്ട് ഷിൻജയെ തടയുന്നേ. ആ സമയം ഷിൻജ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവന്റെ ജോലി ഇല്ലാതായേനെ. ആ കുട്ടികൾ വലിയ ടീംസ് ആണ്. അവർ വിചാരിച്ച ഷിൻജയെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ജോൺസൺ വന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു പ്രശ്നം ഒഴിവായത്. അങ്ങനെ ജോൺസൺ ഷിൻജയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. ജോൺസന് ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യാനൊന്നും ഇഷ്ടല്ല. പക്ഷെ ഷിൻജയ്ക്ക് വേണ്ടി മാത്രം അവൻ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുകയാണ്. അവന് വേണ്ടി മാത്രമാണ് ജോൺസൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഷിൻജയുടെ വർക്ക് കഴിഞ്ഞ് അവൻ തിരികെ പോകുമ്പോഴാണ്, എന്തുകൊണ്ടാ നിന്റെ വർക്ക് കഴിയാൻ ഇത്രയും ലേറ്റ് ആവുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ജോൺസൺ വരുന്നത്. നീ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നോ എന്ന് ഷിൻജ ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ നിന്നെ വെയിറ്റ് ചെയ്യുന്നേ? ഞാനേ ഇന്ന് ഒരുപാട് ഡ്രിങ്ക് ചെയ്തു, അതിന്റെ ഒരു എഫക്റ്റ് മാറാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നതാ. ഷിൻജ പറയുന്നുണ്ട്, നീ 12:30 ബാറിൽ നിന്നും ഇറങ്ങിയതല്ലേ? ഇപ്പൊ സമയം 3:45. ഏതായാലും ഒരാളും ഇത്രയും സമയം ഇവിടെ ഇരിക്കത്തില്ല. നീ എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് നിനക്കൊന്ന് സമ്മതിച്ചൂടെ? ജോൺസൺ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പുതിയൊരു വാടക വീട് മേടിക്കാനായി ഇത്രയും കഷ്ടപ്പെടുന്നത്? നിന്റെ വീട്ടിലേക്ക് തിരികെ പോയിക്കൂടെ? അത് കേൾക്കുമ്പോൾ ഷിൻജ പറയാണ്, എന്റെ പാരന്റ്സ് മരിച്ചുപോയി. എനിക്കുണ്ടായിരുന്നതെല്ലാം എന്റെ റിലേറ്റീവ്സും കൈക്കലാക്കി. ഇപ്പൊ എനിക്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒരു വാടക വീടിനായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത്. ഞാൻ ആവശ്യത്തിന് പൈസ ഉണ്ടാക്കി അപ്പൊ തന്നെ നിന്റെ വീട്ടിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും പോയിക്കോളാം. അപ്പൊ തന്നെ ജോൺസൺ അവനോട്, അതിന് നിന്നോടാരാ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് പോകാനായിട്ട് പറഞ്ഞത്? നിനക്ക് വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ട്, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവനെ വലിച്ചോണ്ട് പോവാണ്. അങ്ങനെ അടുത്ത ദിവസമായി സീഷാങ് ഷിൻജയോട് അവന്റെ ഡ്രസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിൻജ പറയാണ്, നിന്റെ ഈ ബട്ടർഫ്ലൈസ് ഒക്കെ കാണുമ്പോ ഒരു ഗാർഡൻ തന്നെ നടന്നു പോകുന്ന പോലുണ്ട്. അപ്പൊ തന്നെ അവൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവന്റെ ഡ്രസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, നീ ഓഫീസിലെ മീറ്റിംഗിന് പോകുകയാണോ എന്നാണ് ഷിൻജ തിരികെ ചോദിക്കുന്നത്. അങ്ങനെ സീഷാങ് വീണ്ടും പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്.
അങ്ങനെ അവസാനം ഷിൻജയ്ക്കും ആ ഡ്രസ് ഇഷ്ടാവാണ്. എന്നാലും അവൻ ചോദിക്കുന്നുണ്ട് ജാങ്ങിന്റെ വീട്ടിലെ ഡിന്നറിന് പോകുന്നതിന് എന്തിനാണ് ഇത്രയ്ക്കും ടെൻഷൻ ആവണേന്ന്. സീഷാങ് പറയാണ് അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ല. അവനിപ്പോ എന്റെ ബോയ് ഫ്രണ്ട് അല്ലേ. അവന്റെ വീട്ടുകാരുടെ മുന്നിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം. നിനക്ക് ആരെങ്കിലും ഇഷ്ടാകുമ്പോഴാണ് നിനക്ക് ഈ ഫീലിങ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. അത് കേൾക്കുമ്പോൾ ഷിൻജ തനിയെ പറയുന്നുണ്ട് ഒരാൾ ഇഷ്ടപ്പെടുന്നത് ഇത്രയും വലിയ സംഭവമാണോന്ന്. ആ സമയം അവന്റെ മൈൻഡിലേക്ക് വരുന്നത് ജോൺതനാണ്. എന്നിട്ട് ഷിൻജ ആകെ ഞെട്ടിക്കൊണ്ട് തനിയെ ചോദിക്കുന്നുണ്ട് അവന് ജോൺതനെ ഇഷ്ടാണോന്ന്. അവിടെ ജാങ് നല്ല ടെൻഷനിലാണ്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സീഷാങ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടെയാണ് സീഷാങ്ങിനെ വീട്ടിനുള്ളിലേക്ക് വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ അവന്റെ കൈയൊക്കെ പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറ്റുന്നത്. സീഷാങ് ജാങ്ങിന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ബൊക്കറ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവന്റെ അമ്മയ്ക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ അറിയാലോ. എന്നിട്ട് ജാങ്ങിന്റെ അച്ഛനോട് പറയുന്നുണ്ട് നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കാം, അവരെ ഒരുമിച്ച് ഇരുന്നോട്ടേന്ന്. സീഷാങ്ങിനോട് പറയുന്നുണ്ട് സ്വന്തം വീട് പോലെ കാണണം, എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചോന്ന്. എന്നിട്ട് അച്ഛനും അമ്മയും കൂടി പോകുമ്പോൾ സീഷാങ് ജാങ്ങിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അമ്മ സ്വന്തം വീട് പോലെയൊക്കെ കാണണമെന്ന് പറഞ്ഞത്? എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയം ജാങ് പറയുകയാണ് അവർ റിലേഷനിലാണെന്ന് അവന്റെ അമ്മയ്ക്ക് അറിയാന്ന്. അത് കേൾക്കുമ്പോൾ സീഷാങ്ങിന് സന്തോഷാകുന്നുണ്ട്. അങ്ങനെ ജാങ് സീഷാങ്ങിനെ അവിടെയൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജാങ്ങിന്റെ കരാട്ടെ മാസ്റ്റർ ആയിട്ടുള്ള അവന്റെ അച്ഛൻ എവിടെയാണ് കരാട്ടെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ജാങ്ങിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയും വലുതായിട്ടുള്ള ഫോട്ടോയും എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. സീഷാങ് അതെല്ലാം നോക്കി കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിലും ജാങ് സീഷാങ്ങിനെ കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്നാണ് ഇന്ന് ഡിന്നർ കഴിക്കുന്നത്. സോങ് മറ്റെല്ലാവരെയും നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ സീഷാങ്ങിനെ മാത്രം തുറപ്പിച്ച് നോക്കുകയൊക്കെ ചെയ്യാണ്. ജാങ്ങിന്റെ അമ്മ സീഷാങ്ങിന് വേണ്ടി കൂടുതൽ മീറ്റൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സീഷാങ്ങിന് വെജീസ് ഒന്നും ഇഷ്ടമില്ലാന്ന് ജാങ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവര് സന്തോഷമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാണ്. ജാങ്ങും സീഷാങ്ങും പരസ്പരം കെയർ ചെയ്യുമ്പോ അവന്റെ അമ്മയ്ക്ക് നല്ല സന്തോഷാവുന്നുണ്ട്. പക്ഷെ അവന്റെ അച്ഛനാണെങ്കിൽ ഒരു ഐഡിയയും ഇല്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. സോങ്ങിനാണെങ്കിൽ നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. സോങ് പറയാണ് നീ എന്താ കുട്ടിയാണോ ഇപ്പോഴും വെജീസ് ഒന്നും ഇഷ്ടല്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കാൻ? സീഷാങ് പറയുന്നുണ്ട് ഞാൻ കുട്ടിയല്ലെങ്കിലും ഞാൻ വെജീസ് ഒക്കെ മാറ്റി വെക്കാറുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾക്കൊക്കെ അലർജിയും ഉണ്ട്. പിന്നെ സോങ് ഒന്നും പറയാനൊന്നും പോണില്ല. അപ്പോഴത്തേക്കുമാണ് അവൾക്കൊരു കോള് വരുന്നതും അവള് പോകുന്നതും. അവള് പോകുന്നതൊന്നും ഇവർ രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ജാങ് സീഷാങ്ങിനെ അവന്റെ റൂമിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവര് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ ഒരു സീൻ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുവാണ്. ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നറിയാനായി അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.